സുഖിനോ ഭവന്തുവിലേക്ക് സ്വാഗതം. സുഖിനോ ഭവന്തു. ഒരു വേനൽക്കാലത്തിൽ നിന്ന് ഒരു വർഷക്കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം നമ്മുടെ ആരോഗ്യത്തെയും തീർച്ചയായും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ വർഷക്കാലം എന്ന് പറയുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കഴിക്കാൻ ഉത്തമം എന്ന് പറയുന്നു. ഇവിടെയാണ് ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം. ഇന്ന് ഔഷധക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഡോക്ടർ, അപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ അതിന് മുമ്പ് ഈ കർക്കിടക മാസത്തിൽ നമ്മളിങ്ങനെ ഈ കർക്കിടക കഞ്ഞി കഴിക്കുന്നതിൻ്റെ ഗുണം അതൊന്ന് പറയൂ ആദ്യം, എന്നിട്ട് നമുക്ക് കഞ്ഞിയിലേക്ക് പോകാം. ശരീരത്തിൻ്റെ ബലവും രോഗപ്രതിരോധ ശക്തിയും ക്ഷയിക്കുന്ന മാസമാണല്ലോ കർക്കിടക മാസം. ആ സമയത്ത് ഇതുപോലെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബലം വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ഈ ഔഷധക്കഞ്ഞി കഴിക്കാം. പിന്നെ കാലാവസ്ഥാജന്യമായിട്ടുള്ള പല രോഗങ്ങളുണ്ടാവില്ലേ, ആ രോഗങ്ങളും ഇതിൽ നിന്ന് ഈ കർക്കിടകഞ്ഞി കഴിക്കുന്നതുകൊണ്ട് ഒരു ശമനം ഉണ്ടാവും. നമുക്കൊരു പ്രതിരോധ ശക്തി വർദ്ധിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതെന്ന് പറയുമോ? ഇതിൻ്റെയൊക്കെ പ്രാധാന്യം, കാര്യം ഔഷധ മരുന്നുകൾക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളും കൂടി ഒന്ന് പറഞ്ഞുതരുമോ? ഇതിൽ നമ്മൾ ആദ്യം ഞവരയരി, അതാണ് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ കർക്കിടക കഞ്ഞിക്ക് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇത് പാലാണ്. 3 തരം പാല് നമുക്ക് ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, പശുവിൻ പാല്, ആട്ടിൻ പാല്, അങ്ങനെ 3 തരം പാൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ആശാളി. ആശാളി എന്ന് പറയുന്നത് ഒരു ദഹനശക്തി കൂട്ടാനായിട്ട് വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ്. പിന്നെ കഫവാത രോഗങ്ങളെയൊക്കെ ഇത് ശമിപ്പിക്കും ആശാളി. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു ഭാഗത്തിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പൊടികൾ, ഈ പൊടികൾ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം തന്നെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് പൊടി. ഇത് കരിപ്പട്ടി, അത് ഞാൻ പിന്നീട് പറയാം. ഇനി ദശപുഷ്പം. ഇത് സാധാരണയായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന കുറേ സസ്യങ്ങളാണ്. വളരെ വിഷഹരിയായിട്ടുള്ളതുമാണ്. ഇനി ഓരോന്നിൻ്റെയും ഗുണങ്ങൾ പറഞ്ഞുതരാം. ഇത് തിരുതാളി. ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. ഗർഭകാലത്ത് നമ്മൾ സാധാരണ ഗർഭം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പാല് കാച്ചി കുടിക്കാം. ഈ തിരുതാളി, ഇതാണ് തിരുതാളി. ഇത് നമുക്ക് പൂവാങ്കുറുന്തൽ എന്ന് പറയും. അത് നമുക്ക് അതിൻ്റെ പൂവ് എടുത്തിട്ട് നമുക്ക് കണ്ണിലൊക്കെ നേത്രരോഗങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് മൂത്രരോഗങ്ങൾക്കൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പൂവാങ്കുറുന്തൽ എന്ന് പറയുന്നത്. പിന്നെ മുക്കൂറ്റി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷഹാരിയാണ്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ രക്തശുദ്ധി ഉണ്ടാക്കുന്ന അതും ഒരു ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ് മുക്കൂറ്റി എന്ന് പറയുന്നത്. പിന്നെ നിലപ്പന, ഇത് വൃക്ഷമാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സസ്യമാണ് നിലപ്പന എന്ന് പറയുന്നത്. ഇത് കയ്യോന്നി. ഇതെന്താ വെച്ചാൽ നമ്മൾക്ക് മുടിയൊക്കെ വളരാനായിട്ട് നമ്മൾ എണ്ണ കാച്ചി തേക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതെ അതെ അതെ. അത് മാത്രമല്ല, നമ്മൾ കരൾ രോഗങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കുടിക്കാം. അതായത് സ്വരസായിട്ട് കുടിക്കാം. അതായത് ഈ കയ്യൊന്നി നമുക്ക് വീട്ടിൽ നട്ടു വളർത്തുകയാണെങ്കിൽ വളരെ ഉപകാരമുള്ളതാണ്. ഇത് മുയൽ ചെവി. നമുക്ക് തൊണ്ടവീക്കം ഒക്കെ വരില്ലേ, ആ സമയത്ത് ഇത് വേണമെങ്കിൽ നമുക്ക് അരച്ച് പരട്ടാം, പുറമേ അരച്ച് പരട്ടാം. അതുകൂടാതെ നേത്ര രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കും. ഇത് കറുക. കറുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാഡി വ്യവസ്ഥകളിൽ, അത് രക്തചംക്രമണ രോഗങ്ങളിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു രക്തചംക്രമണ രോഗത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ കറുകയുടെ നീരിടിച്ച് പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് കുറയും. അത് വളരെ ഗുണമുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ എണ്ണയും കാച്ചാനായിട്ട് ഉപയോഗിക്കാം. ഇത് ഉഴിഞ്ഞ. ഇത് മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരെണ്ണാണ്. ഇത് പൂവാങ്കുറിഞ്ഞലിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് വിഷ്ണുക്രാന്തി. ഇത് സാധാരണ നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കാം. അതുപോലെ തന്നെ എണ്ണ കാച്ചി തേക്കാനും ഉപയോഗിക്കാം. ഈ ഔഷധങ്ങളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു കീടമൊക്കെ ഉപദ്രവമോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അരച്ച് വരട്ടാം. അത് വിഷഹാരിയാണ്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തിയും ഉണ്ടാക്കുന്ന ഓരോ ചെടികളാണിത്. അപ്പോൾ അത് വീട്ടിൽ നമുക്ക് നട്ടു വളർത്തുന്നത് വളരെ ഉപയോഗമായിട്ടുള്ളതാണ് ഈ ദശമൂലത്തിന്റെ. പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ പക്ഷെ അതൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷെ നമുക്ക് ഇനി അതിലേക്ക് തിരിച്ചു പോവാം. അതെ അതെ. അപ്പോൾ ഇത് നമുക്ക് ഇത് ഏതെങ്കിലും അപ്പോൾ ഒരെണ്ണം നമുക്ക് വീട്ടിൽ നട്ടു വളർത്തുകയാണെങ്കിൽ അതിപ്പോൾ പെട്ടെന്നൊരു കീടം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് അരച്ചു വരട്ടി എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് കഴിയുന്നതും എല്ലാവരും അങ്ങനെയൊക്കെ വീട്ടിൽ വളർത്തി തുടങ്ങിയാൽ വളരെ നന്നായി. അതിൻ്റെ ഗുണം നമുക്ക് തന്നെ അല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെ 10 ഐറ്റംസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ, ഈ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്. ഇത് കൊത്തമല്ലി എന്നുവെച്ചാൽ നമ്മൾ സാധാരണ കറിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. വളരെ പാചന ശക്തി കൂട്ടുന്ന ഒരു ഇതാണ് കൊത്തമല്ലി എന്ന് പറയുന്നത്. ഏലക്കായും അതുപോലെ തന്നെയാണ്. ഉലുവ എന്ന് പറയുന്നത് നമുക്ക് പ്രമേഹ രോഗങ്ങൾക്കൊക്കെ വെള്ളം വെച്ച് കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുടകപ്പാലേരി എന്ന് പറയും. ഇത് നമുക്കിപ്പോൾ അതിസാരം എന്ന് വെച്ചാൽ വയറിളക്കൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഇത് നമുക്ക് വളരെ ഉപയോഗമായിട്ടുള്ളൊരു മരുന്നാണ് കുടകപ്പാലേരി. അതുപോലെ കാർഗോഗിലരി എന്ന് പറയുന്നത്, ഇത് സ്കിൻ ഡിസീസിനൊക്കെ വളരെ നല്ലതാണ് കാർഗോഗിലരി എന്ന് പറഞ്ഞാൽ, അത് ഉപയോഗിക്കാം. പിന്നെ ഇത് ചെറുപുന്നേരി, ഇതും അതുപോലെ തന്നെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുറുന്തോട്ടി വേര്, ഇത് വളരെ വാതകരമായിട്ടുള്ള ഒന്നാണ്. അതായത് വാതരോഗങ്ങൾക്കൊക്കെ നന്നായിട്ട് അത് ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് ഇത് വെള്ളം വെച്ച് കുടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് വെറുതെ ഇട്ട് വെള്ളം വെച്ച് കുടിക്കാം. അപ്പോൾ നമുക്ക് ഒരു നെർവൈൻ ടോണിക്കായിട്ട് അത് പ്രവർത്തിക്കും. പിന്നെ ഇത് ഇലവർങ്ങാണ്. ഇതും രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ്. ഇത് ജാതിപത്രി, ഇത് പാചനത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് ഇപ്പോൾ വയറിളക്കമൊക്കെ വരില്ലേ, അപ്പോൾ ആ സമയത്തും ഇത് ഉപയോഗിക്കാം. അതായത് ഛർദിയൊക്കെ മാറ്റാനും അതിനൊക്കെ നല്ലത് തന്നെയാണ്. ജാതിപത്രിയും ജാതിക്ക് ആ 2 ഉപയോഗം അതിനുണ്ട്. പിന്നെ ഇത് ചുക്ക്, അത് അറിയാമല്ലോ, സാധാരണ നമുക്ക് ദഹനത്തിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് വിഴാലരി. സാധാരണ നമ്മളിപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കൃമി അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഇത് നമുക്ക് പൊടിച്ച് തേൻ ചേർത്ത് കൊടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും ഇത് കൊടുക്കുകയാണെങ്കിൽ. ഇത് ദശമൂലാണ്. ഇത് നമുക്ക് 10 തരം മരുന്നുകൾ ചേർന്ന ഒരിതാണ്. അത് കഫ രോഗങ്ങളെ ശമിപ്പിക്കുന്ന വൃക്ഷമാണ്. ഇത് വെള്ളം വെച്ച് കുടിക്കാം. അതുപോലെ തന്നെ അരിഷ്ടത്തിലൊക്കെ പ്രധാന കണ്ടന്റ് ആയിട്ടുള്ള ഇതാണ് ദശമൂലം എന്ന് പറയുന്നത്. അയമോദകം വളരെ പാചനശക്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതായത് ദഹനശക്തി ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അത് വളരെ നമുക്കിപ്പോൾ വെള്ളം വെച്ച് കുടിക്കാം. ഇപ്പോൾ അമിതവണ്ണമൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഇത് വെറുതെ വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ വണ്ണമൊക്കെ നന്നായിട്ട് കുറയുന്നതാണ് പറയുന്നത്. സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം, അതുപോലെ കുടിക്കാം. കുറച്ചെടുത്ത് വെള്ളം നന്നായി തിളപ്പിച്ച് ഇതിന്റെ മെയിൻ അയമോദകം എന്നാണ് ഇത് പറയുന്നത്. ഇതും നമ്മൾ നമ്മുടെ മരുന്നിൽ ചേർക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം വണ്ണം ഉണ്ട്. അതെ അതെ. അപ്പോൾ എല്ലാവരും ഓർത്ത് വെച്ചാൽ നല്ലതാണ്. വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് വണ്ണം കുറയും. എന്ന് വെച്ചാൽ അത് മാത്രം പോരാട്ടോ, ഭക്ഷണം ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ. ഇനി ഇത് പെരിഞ്ജീരകം, ജീരകം, അതൊക്കെ നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്നതാണ്. അതെല്ലാം തന്നെ നമുക്ക് പാചനശക്തി ഉണ്ടാക്കുന്നതും ഈ മരുന്നുകളൊക്കെ തന്നെ ദഹനത്തെ. അവിടെ ഒന്നുകൂടിയുണ്ട് മുത്തങ്ങ, അതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് കഫവാത രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ചുമയൊക്കെ അങ്ങനെയൊക്കെയുള്ള കഫവും കൂടുതലായിട്ടുള്ള രോഗങ്ങൾക്ക് മുത്തങ്ങ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് ഇത് വെളിച്ചെണ്ണ കാച്ചി തേക്കാനാണ്. കാച്ചി പല്ല് തേക്കാം, അങ്ങനെയാണ്. നല്ലൊരു ഔഷധം. ഓക്കെ. അപ്പം ഇത്രയും അധികം ഔഷധ ഗുണങ്ങളുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിനി കഞ്ഞി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതിന്റെ എല്ലാ ഗുണത്തിന്റെയും ഈ പൊടിയിൽ ഞങ്ങളുടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്ത് പൊടിച്ചതാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു? അതെ, 1/2 ലിറ്റർ വെള്ളവും 1/4 ലിറ്റർ തേങ്ങാപ്പാലും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി കൂടി ചേർക്കുക. ഓക്കെ. ഈ അരിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വെച്ചാൽ ഈ അരി തന്നെയാണല്ലേ നമ്മൾ ഈ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്? അതെ അതെ അതെ. ഇത് ഒത്തിരി സമയം വേവാനെടുക്കുന്ന അരിയാണോ? എങ്ങനെയാ ഇതിന്റെ ഒരു അരമണിക്കൂറൊക്കെ ആകും ഇത് വേവാനായിട്ട്. പിന്നെ ഇതിൽ 10 ഗ്രാം ആശാളി കൂടി നമ്മൾ ചേർത്തു. ഓക്കെ. നമ്മൾ ഓൾറെഡി പൊടി എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ അധികം ഇൻഗ്രീഡിയൻസിന്റെ നമുക്ക് ആവശ്യമില്ല അല്ലേ? ഈ അരിയും ഇതും മാത്രമാണ് അതിന്റെ മെയിൻ അല്ലേ? പൊടി കൂടി ആകുമ്പോഴത്തേക്ക് ഒത്തിരി വേണ്ട. അതെ.
സാധാരണ കഞ്ഞി ഇത്ര ദിവസം കഴിക്കണം എന്ന് അങ്ങനെയൊക്കെ പറയില്ലേ? സാധാരണയായിട്ട് നമുക്ക് 7 ദിവസം ഏറ്റവും കുറച്ച് കഴിക്കാം. പക്ഷെ 30 ദിവസം കഴിക്കുകയാണെങ്കിൽ അത്രയും ഗുണം ചെയ്യും അത് ശരീരത്തിന്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയായിരിക്കും ഈ പൊടിയൊക്കെ ചേരുമ്പോഴത്തേക്ക്? ഇതിന് അല്പം കയ്പരസം ഉണ്ടാവും. പക്ഷെ നമ്മൾ കരിപ്പട്ടി കൂടി ചേർക്കുകയാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. പിന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ അവർക്ക് ഈ കരിപ്പട്ടി ചേർക്കണം എന്നില്ല. ഇന്ദുപ്പോ അങ്ങനെ അല്ലാതെയും ചേർത്തിട്ട് ഉപ്പൊന്നും ചേർക്കാതെയും ഉണ്ടാക്കാം. ഇനി ഇത് വറ്റി വരണോ? ഈ നല്ല വെന്തതിന് ശേഷമാണ് ബാക്കി ഇറക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ചേർക്കും. ഓക്കെ. ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കണോ? തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഇതും ഈ പൊടിയാണ് ഇനി ചേർക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം ഗുണങ്ങളുള്ള പൊടിയാണ് ഇത്. അപ്പം അത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പം അത് വെന്തതിന് ശേഷം ഇതിനകത്തോട്ട്. ഓക്കെ. ഇവിടെ ഒരു പാക്ക് ഇരിക്കുന്നുണ്ട്. ഇത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കഞ്ഞി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. എത്ര ദിവസത്തേക്കുള്ള? ഇത് നമുക്ക് 7 ദിവസത്തേക്ക് ഉള്ള അരിയാണ് നമ്മൾ ഇതിനകത്ത് ഉള്ളത്. 7 ദിവസം കഴിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ചൂർണവും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു 7 ദിവസത്തേക്ക് ഉണ്ട്. പിന്നെ 30 ദിവസം വേണമെങ്കിൽ കൂടുതൽ മേടിക്കാം. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ഇതൊന്ന് എടുക്കാനുള്ള ഒരു സമയം പോലും മെനക്കെടണ്ട. രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുകയും ഈ മഴക്കാല രോഗങ്ങളുടെ ഒരു പ്രതിരോധവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. മഴക്കാലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കർക്കിടകമൊക്കെ കുറച്ചുകൂടി ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു മാസം. വർഷക്കാലമാണ്, തണുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ കഞ്ഞിയാകുമ്പോൾ കുടിക്കാം. പിന്നെ അതല്ല, പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ ഒരു നേരം ഇതാക്കിയാൽ മതി. പിന്നെ ബാക്കി ഒരു തിരുമ്മേലും എണ്ണ തേച്ച് കുളിച്ചിട്ട് ഇത് കഴിക്കുക. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം കഴിക്കാം. അങ്ങനെ. അപ്പം അങ്ങനെ ഒരു 7 ദിവസം ചെയ്യാം. പിന്നെ നമുക്ക് കർക്കിടക ചര്യ എന്ന് പറഞ്ഞിട്ട് തന്നെ സാധാരണ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ജീവിത സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാൻ അല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പൊതുവെ നമ്മൾ എന്തൊക്കെ നമ്മുടെ ആരോഗ്യം നല്ല സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? സാധാരണ ഇപ്പോൾ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ഉണ്ട്. എണ്ണ തേച്ചുകുളി, ശിരോധാര, നസ്യം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സർക്കുലേഷനൊക്കെ കൂട്ടി ശരീരത്തിന് പിന്നെ ഒരു അതുപോലെ ഡിറ്റോക്സിഫിക്കേഷനൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ അത്രയും ശരീരത്തിന് സംരക്ഷണം കിട്ടും. ഓക്കെ. നമ്മൾ സാധാരണ അസുഖം വന്നിട്ടാണ് ചികിത്സിക്കുക. അതെ. പക്ഷെ ആയുർവേദത്തിൽ അത് നമുക്ക് വരാണ്ട് നമുക്ക് സംരക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതെ. ഇപ്പോൾ സ്വസ്ഥന്മാർക്കാണെങ്കിൽ നമുക്ക് രോഗം ഒന്നുമില്ലാത്ത ആൾക്കാരാണല്ലോ സ്വസ്ഥന്മാരെന്ന് പറയണത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു പോഷണ ചികിത്സയോ അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള ചികിത്സയോ ചെയ്യാം. അല്ല രോഗികൾക്ക് രോഗശമന ചികിത്സയും രണ്ടും ഉണ്ട് ആയുർവേദത്തിൽ. എന്താണെന്ന് വെച്ചാൽ വരാതെയും സംരക്ഷിക്കാം, വന്നതിനെ ശമിപ്പിക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ കർക്കിടക ചര്യയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം പൊതുവെ ആൾക്കാർക്ക് ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോണത്. അപ്പം ഒന്നിനും സമയമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിന് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പം അതിനകത്ത് ഈ തേച്ചുകുളി അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? എണ്ണ തേച്ചുകുളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സ്നിഗ്ധതയൊക്കെ ശരീരത്തിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ ശരീരത്തിലെ കോശങ്ങളെയൊക്കെ റെജുവിനേഷൻ ഉണ്ടാക്കുന്നതിന് വളരെ നല്ലതാണ്. ഡയബറ്റീസ് ഉള്ള രോഗികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഈ എണ്ണ തേച്ചുകുളി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കർക്കിടക മാസത്തിൽ ഒരെണ്ണമെങ്കിലും എടുക്കാം. ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാം. ഓക്കെ. ഇപ്പോൾ ഇനി പാല് വീണ്ടും ഒഴിക്കുകയാണോ? ഏകദേശം വെന്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഇനി വറ്റി തുടങ്ങിയിട്ടുണ്ട് അത്. അപ്പോൾ അതിൽ നമുക്ക് ഇനി ഇത് വറ്റി വെന്ത് കഴിയുമ്പോൾ ഈ പൊടി കൂടി ചേർത്ത് ഇളക്കി അണച്ചിട്ട് വാങ്ങി വയ്ക്കും. ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാമല്ലോ അല്ലേ? കുട്ടികൾക്കും കഴിക്കാം. പക്ഷെ കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും എന്നുള്ളതാണ് അല്ലേ? കുറച്ച് കരിപ്പട്ടിയൊക്കെ ചേർക്കുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ. പൊടി ചേർക്കാനുള്ള സമയമായി. ഇത് ഏകദേശം ഇതിന് അളവുണ്ടോ? എങ്ങനെയാ ഇതിന്റെ അളവ്? എത്ര വേണം? ഒരു 7 ഗ്രാമെങ്കിലും ചേർക്കാം. ഓക്കെ.
അപ്പം അരി കംപ്ലീറ്റ് ആയിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ പൊടി ആഡ് ചെയ്യുന്നു അല്ലേ? അതെ. കരിപ്പെട്ടി ചേർക്കുകയാണ്. അത് ഒരു 50 ഗ്രാം വരെ ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലേ? 50 ഗ്രാം വരെ, കൂടുതൽ വേണ്ട. പായസമല്ല അല്ലേ? ചെറുതായിട്ടുള്ളൊരു മധുരം കിട്ടും ഈ ഔഷധങ്ങളുടെയൊക്കെ ആ ഒരു. അതെ, കരിപ്പെട്ടിയും ഒരു ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. അതെ, ശർക്കര പോലെയല്ല, അതിന് വ്യത്യാസമുണ്ട് അല്ലേ? ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അല്ലേ? അതെ. എന്താ, കുറച്ചൊന്ന് രുചി നോക്കുന്നോ? ഓ, ഇതിൽ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് പാല് ആഡ് ചെയ്യാം അല്ലേ? എന്തായാലും പ്രതിരോധ ശക്തി കൂട്ടാനുള്ള കഞ്ഞിയാണെന്നാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിരോധ ശക്തി നമുക്ക് കൂടുമോ എന്ന് നോക്കാം അല്ലേ? നല്ല ചൂടൊക്കെ ഉണ്ട്, എന്നാലും കഴിച്ചു നോട്ടെ. അല്പം കയ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്, കയ്പുണ്ട്. പക്ഷെ നല്ല പാലൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ രുചിയുണ്ട്. കുട്ടികൾ ഇത് കുടിക്കാൻ ചാൻസ് ഇല്ല, കുറച്ച് കയ്പുണ്ട്. പക്ഷെ എന്നാലും ശർക്കരയുടെയും പാലിന്റെയും നമുക്ക് കുറച്ച് കുട്ടികൾക്കും കൊടുക്കാം. നമ്മുടെ കാലരോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രതിരോധ ശക്തി. അപ്പം അരിയുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ട്, അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ മരുന്നുകളുടെ ഒക്കെ നല്ലൊരു മണമുണ്ട്. അപ്പം നമ്മൾ ഔഷധം കഴിക്കുന്ന പോലെ തന്നെ ഈ ഔഷധ കഞ്ഞി കുടിക്കാം. കൊള്ളാം. ഇത് നമുക്ക് എത്ര അളവ് വേണമെങ്കിലും കുടിക്കാവോ? ഇപ്പൊ രാവിലെ നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രഭാത ഭക്ഷണം ഇത് തന്നെ ആക്കാം. ഓക്കെ, വേറെ പിന്നെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. വേണ്ട. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിശക്കുവാണെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എനിക്കാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക ശരീരമൊക്കെ കൂടുതൽ ഇങ്ങനെ കഞ്ഞിയൊക്കെ കൂടുതൽ കഴിക്കാൻ സ്ത്രീകൾക്കല്ല കൂടുതൽ ഇഷ്ടം അല്ലെ? എല്ലാവർക്കും ഇത് കഴിക്കാമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് രാവിലെ വീട്ടിൽ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഈ കഞ്ഞി ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആൾക്കാരായി മാറും. 30 ദിവസം കഴിച്ചോളൂ അങ്ങനെയാണെങ്കിൽ. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ തീർച്ചയായിട്ടും എല്ലാവരും പ്രിപ്പയർ ചെയ്യേണ്ട വലിയ ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഇത് വാങ്ങുവാണെങ്കിൽ ഏറ്റവും എളുപ്പം തോന്നുന്നു. അപ്പൊ പിന്നെ ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ച് കുറച്ച് കഴിക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വർഷക്കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു കഞ്ഞിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പം എന്തായാലും എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുന്നു വിചാരിക്കുക അല്ലേ? അതെ. ഔഷധ സസ്യങ്ങളും നട്ട് വളർത്തണം എന്ന് വിചാരിക്കും. ഇതിന്റെ എല്ലാ ഗുണങ്ങളും പറഞ്ഞു. അപ്പോൾ കുറച്ച് അതെങ്കിലും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപയോഗമുള്ള. എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, ഇതൊക്കെ അറിയുവാണെങ്കിൽ ഇതൊക്കെ പരീക്ഷിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ബ്രഹ്മി മലയാളികൾക്ക് സുപരിചിതമായ ഒരു ഔഷധ ചെടിയാണ്. വളരെ ചെറിയ ഇലയോടുകൂടിയതും നിലത്ത് പടർന്നു കിടക്കുന്നതും ചതച്ചു പിഴിഞ്ഞാൽ ധാരാളം പതയുള്ളതും ചെറിയ കയ്പുള്ളതുമാണ് ബ്രഹ്മിച്ചെടി. ചെളിയുള്ള പ്രദേശങ്ങളിൽ ഇത് തഴച്ചു വളരും. ഇത് സ്വരം നന്നാക്കും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. കുഷ്ഠം, പ്രമേഹം, വിഷം, വീക്കം, ജ്വരം ഇവയെ നശിപ്പിക്കും. മാനസിക രോഗങ്ങൾക്കും അപസ്മാര രോഗത്തിനും ബുദ്ധിവികാസത്തിനും ബ്രഹ്മി എല്ലാ ചികിത്സാവിധികളിലും ഉപയോഗിച്ചു വരുന്നു. ബ്രഹ്മി ചേർത്തുള്ള പല രസായന യോഗങ്ങളും ഘൃതങ്ങളും ആയുർവേദ ഔഷധ ഉപയോഗത്തിൽ ഉണ്ട്. അതെല്ലാം ദേഹകാന്തിയും ഓർമ്മശക്തിയും ആയുസ്സും വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രഹ്മിഘൃതവും ബ്രഹ്മിരസായനവും ആയുർവേദ വൈദ്യന്മാരുടെ അവനാഴിയിലെ മുഖ്യ ശസ്ത്രങ്ങളാണ്. ശരകനും ശുശ്രുതനും വാഗ്ഭടനുമെല്ലാം ഇതിന്റെ അത്ഭുതാവഹമായ ഫലത്തെക്കുറിച്ച് ഏക അഭിപ്രായക്കാരാണ്.
മാനസിക രോഗങ്ങളിലും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബ്രഹ്മിയില ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ഗുണപ്രദമാണ്. വൃദ്ധി അല്ലെങ്കിൽ ഹെർണിയ എന്ന രോഗത്തിന് ശസ്ത്രക്രിയയാണ് പറയുന്നത്. എന്നാൽ ബ്രഹ്മി തൈലം പുരട്ടിയാൽ തുടക്കത്തിലാണെങ്കിൽ ഹെർണിയ രോഗത്തിന് ശസ്ത്രക്രിയ വേണ്ടിവരില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്.